ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യാതൊരുവിധ ട്രേഡിംഗ് അവസരവും നൽകാത്ത ഒരു മൂവ്മെൻ്റ് ആയിരുന്നു നിഫ്റ്റിയിൽ ഇന്ന് ഉണ്ടായിരുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഒരു ട്രേഡ് എടുത്തിരുന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനാണ് കൂടുതലായിട്ട് ചാൻസ് ഉണ്ടായിരുന്നത്. നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് റേഷ്യോ ഇന്നത്തെ ട്രേഡിൽ കിട്ടിയിരിക്കാനും സാധ്യതയില്ല. നിഫ്റ്റി നമ്മുടെ ഒന്നാമത്തെ റെസിസ്റ്റൻറ്റ് ലൈനായിട്ടുള്ള 15,116 അറൗണ്ട് ആയിട്ടാണ് ഇന്ന് മുഴുവൻ സമയവും ട്രേഡിംഗ് നടത്തിയത്. ഇന്നത്തെ FII/DII ട്രേഡിംഗ് ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ വളരെ ദുർബലമായ രീതിയിൽ 188.08 കോടി രൂപയുടെ നെറ്റ് ബൈയിങ് ആണ് FII കാഴ്ചവെച്ചിരിക്കുന്നത്. അതേസമയം തന്നെ DII 746.57 കോടി രൂപയുടെ നെറ്റ് സെല്ലിങ്ങുമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നിഫ്റ്റിക്ക് 14,993, 15,070 സോണുകൾ നല്ല രീതിയിൽ സപ്പോർട്ടായിട്ടും 15,234, 321 സോണുകൾ നല്ല രീതിയിൽ റെസിസ്റ്റൻ്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. നാളത്തെ ട്രെയിൻ പ്ലാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ലെവൽ കൂടി ഇവിടെയുണ്ട്. 15,175 ഈ റേഞ്ച് നല്ല രീതിയിലുള്ള ഒരു റെസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതിനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മൈൽഡ് സ്റ്റാർട്ടാണ് നിഫ്റ്റിയിൽ വരുന്നതെങ്കിൽ 15,070-നും 15,175-നും ഇടയിൽ ഒരു കൺസോളിഡേറ്റ് മൂവ്മെൻറ്റ് നടത്തുന്നതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ ട്രേഡ് താഴെ 15,070 റേഞ്ചിൽ നിന്ന് മുകളിലേക്കൊരു മൂവ്മെൻറ്റ് തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്താൽ ചെറിയ രീതിയിൽ ലാഭം ഉണ്ടാക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. ഇവിടെ ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് ഓപ്ഷൻ സെല്ലേഴ്സിനായിരിക്കും കുറച്ചുകൂടി മേൽക്കൈ ഉണ്ടാവുക. ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഇവിടെ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ 15,170 കട്ട് ചെയ്ത് ആ മൂവ്മെൻറ്റ് പോകുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയെങ്കിൽ അത് 15,234 സമീപത്തേക്ക് എത്തുന്നതാണ്. നമുക്ക് അവിടെ നിന്നൊരു റിജക്ഷൻ കിട്ടിയാൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. അതിൻ്റെ ഇമ്മീഡിയറ്റ് റേഞ്ച് ആയിട്ട് നമുക്ക് 15,100 ലെവലുകൾ വെക്കാം. അത് ബ്രീച്ചായാൽ ഏകദേശം 15,070 വരെയെങ്കിലും ആ മൂവ്മെൻറ്റ് എത്തുന്നതിനുള്ള ചാൻസ് ഉണ്ട്. നാളെ മിക്കവാറും 15,234-നും 15,070-നും ഇടയിൽ നിഫ്റ്റി കൂടുതൽ സമയം ട്രേഡ് ചെയ്യാനാണ് പോസിബിലിറ്റി ഉള്ളത്. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വന്നാൽ 15,070-ന് താഴെ ട്രേഡ് സസ്റ്റെയിൻ ആയാൽ അത് സ്വാഭാവികമായിട്ടും ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യുന്നതിനുള്ളൊരു മൂവ്മെൻറ്റിന് കാരണമാകും. 14,993 ഒരു റേഞ്ച് വെച്ചുകൊണ്ട് നമുക്ക് അവിടെ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയേക്കാളും ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു നമുക്കൊരു ട്രേഡിംഗ് ചാൻസ് കിട്ടിയത്. നമ്മുടെ ഒന്നാമത്തെ റെസിസ്റ്റൻറ്റ് ലൈനായിട്ടുള്ള 36,931 ക്രോസ് ചെയ്തുകൊണ്ട് താഴേക്കൊരു മൂവ്മെൻറ്റ് ബാങ്ക് നിഫ്റ്റി നടത്തിയപ്പോൾ നമ്മൾ നല്ലൊരു റെഡ് ക്യാൻഡിൽ ഇവിടെ കണ്ടിരുന്നു. ഈ റെഡ് ക്യാൻഡിലിൻ്റെ പകുതി ഭാഗം മുൻ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലൊരു നല്ല റെഡ് ക്യാൻഡിൽ വരികയാണെങ്കിൽ അതിൻ്റെ പകുതി, ചിലപ്പോൾ അതിൽ കൂടുതൽ, ഏകദേശം 70-80% വരെ ഒരു റിട്രേസ്മെൻറ്റ് വരാറുണ്ട്. അത് കണക്കാക്കി നമ്മൾ ഒരു ഓപ്ഷൻ ബൈയിങ് നടത്തിയാൽ, ഒരു പുട്ട് ഓപ്ഷൻ ബൈയിങ് നടത്തിയാൽ ചെറുതല്ലാത്ത ഒരു പ്രോഫിറ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. കാരണം ഇന്ന് ബാങ്ക് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്ത ഒരു ഗ്യാപ്പ് അത് ഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്കൊരു ചെറിയ രീതിയിലെങ്കിലും ലാഭം കിട്ടുമായിരുന്നു. ബാങ്ക് നിഫ്റ്റിക്ക് 36,140, 36,502 സോണുകൾ നല്ല രീതിയിലുള്ള സപ്പോർട്ടായിട്ടും 37,077, 37,330 സോണുകൾ നല്ല രീതിയിലുള്ള റെസിസ്റ്റൻ്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നതാണ്. നിഫ്റ്റിയേക്കാളും ബാങ്ക് നിഫ്റ്റിയിലാണ് നാളെ കൂടുതൽ ട്രേഡിംഗ് പോസിബിലിറ്റി ഉള്ളത്. ബാങ്ക് നിഫ്റ്റിക്ക് 36,502, 37,707 റേഞ്ചുകൾ വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ റേഞ്ചുകൾക്ക് ഇടയിൽ നാളെ കൂടുതൽ സമയം ട്രേഡ് നടക്കുന്നതിനുള്ള പോസിബിലിറ്റിയുമുണ്ട്. നാളത്തെ ട്രേഡ് പ്ലാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നാളെ ഒരു ഫ്ലാറ്റിഷ് അല്ലെങ്കിൽ ഒരു ചെറിയ മൈൽഡ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഞാൻ കാണുന്ന ഒരു പോസിബിലിറ്റി. അങ്ങനെ ഒരു ട്രേഡ് വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്ത റീട്രേസ്മെൻറ്റിൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. ഫ്ലാറ്റിഷ് ഓപ്പൺ ആണെങ്കിൽ മിക്കവാറും 36,502 സോൺ നല്ലൊരു സപ്പോർട്ടായിട്ട് തന്നെ ആക്ട് ചെയ്യും. അവിടെ നിന്ന് മുകളിലേക്കൊരു മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. അതല്ല ഒരു മൈൽഡ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ റിട്രേസ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം മുകളിലേക്ക് പോകുന്ന അവസരത്തിൽ നമുക്ക് കോൾ ഓപ്ഷൻ ബൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ് 37,077 ആയിരിക്കും. ഇത് ബ്രീച്ചായി കിട്ടിയാൽ 37,330 സമീപത്തേക്ക് ആ ട്രേഡ് എത്തുന്നതാണ്. അത് ഇടയിലായിട്ട് ഇന്നത്തെ ഹൈ ക്രിയേറ്റ് ചെയ്ത ഈ പോർഷൻ ഉണ്ട് 37,220. ഇതും നല്ല രീതിയിൽ തന്നെ റെസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ 37,077-ന് മുകളിലേക്കുള്ള മൂവ്മെൻറ്റിൽ ഏത് നിമിഷവും നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതിന് തയ്യാറായിരിക്കേണ്ടതാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കാതെ വാച്ച് ചെയ്യുക. 37,077, 37,220 ഈ സോണുകൾ നല്ല രീതിയിൽ റെസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ഇവിടെ നിന്നും താഴേക്കൊരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ
നമ്മൾ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നതിനായിട്ട് അവസരം ഉപയോഗപ്പെടുത്തുക. ഇമ്മീഡിയറ്റ് ടാർഗറ്റ് വരുന്നത് 36,500 ലെവലുകൾ തന്നെയാണ്. ഫ്രണ്ട്സ്, നമുക്ക് എല്ലാ ദിവസവും ട്രേഡിംഗ് അവസരങ്ങൾ കിട്ടണമെന്നില്ല. ട്രേഡിംഗ് അവസരം കിട്ടുന്ന ദിവസങ്ങളിൽ നമ്മൾ നല്ല ട്രേഡ് എടുക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ചിലപ്പോൾ നിഫ്റ്റിയിലായിരിക്കാം, മറ്റു ചിലപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലായിരിക്കാം നമുക്ക് ട്രേഡിംഗ് അവസരങ്ങൾ കിട്ടുന്നത്. വൊളറ്റാലിറ്റി കുറവുള്ള ദിവസങ്ങളിൽ ട്രേഡിങ്ങിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നമുക്ക് നല്ലത്. നമ്മളൊരു ട്രേഡ് എടുത്താലും നമുക്ക് നല്ല രീതിയിലുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടുന്നതിനുള്ള സാഹചര്യം വേണം. അങ്ങനെയെങ്കിൽ മാത്രം നമ്മൾ ട്രേഡിൽ ഏർപ്പെടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മടിക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് യഥാസമയം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നാളെ വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. താങ്ക്